പക്ഷെ എങ്കിൽ പോലും എൻ്റെ അമ്മ ഒരു സാധാരണ ടീച്ചറാണ്. അപ്പോൾ അമ്മ പറയുന്ന അങ്ങനെയല്ല, നിങ്ങൾക്ക് കൃത്യമായൊരു ശമ്പളം വേണം, ഇതൊക്കെ എത്ര നാൾ ഉണ്ടാകും, എത്ര നാൾ നിങ്ങൾ കൊണ്ടുപോകും എന്നുള്ള ആശങ്കയുടെ പുറത്താണ് അത് പറയുന്നത്. എങ്കിൽ പോലും എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. അപ്പം ഞാൻ പറയും, ഏതെങ്കിലും ഒരു ബാങ്കിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കുത്തിയിരുന്ന് ചെയ്യുന്ന ഒരു ജോലി എനിക്ക് പറ്റില്ല. എൻ്റെ ആഗ്രഹം കലാപരമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് മാത്രമായിരുന്നു. അത് അഭിനയമൊക്കെ പിന്നീട് എപ്പോഴോ വന്നു ചേർന്നതാണ്. കഥകളിയും ഓട്ടംതുള്ളലും ഒക്കെ പഠിച്ച് അത് പ്രൊഫഷണലായിട്ടൊക്കെ കളിച്ച് നടന്ന് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കോളേജിൽ പോയി പഠിച്ച് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ വളർന്നിട്ടുള്ളത്. പക്ഷെ എൻ്റെ അച്ഛൻ അതൊരു നിർബന്ധമായിരുന്നു, നമ്മളെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളത്. അപ്പം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, ഈ ശരിയാവോ അതല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ എന്താണ് എന്നുള്ളതൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ട് തീരുമാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളതാണ്. നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് നിനക്ക് വയസ്സായാലും നീ ചോദിച്ചുകൊണ്ടിരിക്കണം. ഒരാളും ഒരു കാര്യവും പൂർണ്ണമായും പഠിക്കുന്നില്ല. നമ്മൾക്ക് മരണം വരെ പഠിക്കാനുള്ളത് ഈ ലോകത്തിലുണ്ട്. അപ്പം നമ്മൾ സംശയങ്ങൾ ചോദിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഒരാളെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന് സിസ്റ്ററാണ് പറയുകയും, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ വേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ സംസാരിക്കണം. ഒന്നിന്റെ പേരിലും ആരെയും മാറ്റി നിർത്തരുത് എന്നുള്ളതാണ്. ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് സമാധാനമുള്ള ഒരു രാജ്യം ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ നിറമോ ജാതിയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെങ്കിലും പേരിലുള്ള വിവേചനത്തിനോ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളുടെ ഇടയിൽ, മനുഷ്യന്മാരുടെ ഇടയിൽ സ്നേഹം മാത്രമാണ് വേണ്ടത്.